നമസ്കാരം. ജീവിതത്തെക്കുറിച്ച് എത്ര നിർവചനങ്ങളാണ് ഉള്ളത്. വളരെ രസകരമായി തോന്നിയ ഒരു നിർവചനം ഞാൻ പറയാം. ജീവിതം ഒരു ക്യാമറ പോലെയാണ്. സുപ്രധാനമായി ഫോക്കസ് ചെയ്യുക, നല്ല സമയത്ത് ക്ലിക്ക് ചെയ്യുക, നെഗറ്റീവിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുക, ശരിയായില്ലെങ്കിൽ അടുത്ത ഷോട്ട് എടുക്കുക. രസകരമല്ലേ ഇത്? ജീവിതത്തെക്കുറിച്ച് പല തരത്തിലുള്ള നിർവചനങ്ങൾ, ഇതുപോലെ രസകരമായ ഉപമകളോടുകൂടി നമ്മൾ ധാരാളമായി കേൾക്കുന്നുണ്ട്. ഒരാളുടെ ജീവിതത്തെക്കുറിച്ച് നാളെ അയാൾക്ക് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ നാളെ അയാൾ എന്തായിരിക്കും, എന്തായി തീരും എന്നൊന്നും നമുക്കും പറയാൻ പറ്റത്തില്ല, അയാൾക്കും പറയാൻ പറ്റത്തില്ല. കാരണം ഓരോരുത്തരുടെയും ജീവിതം അവരവരുടെ കൈകളിലാണ് എന്നത് തന്നെയാണ് അതിന് ഉത്തരം. ഓരോ മനുഷ്യരും അവരുടേതായ രീതിയിൽ അവരുടേതായ ശൈലിയിൽ മാത്രമേ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുകയുള്ളൂ തന്നെ. ഇക്കാര്യത്തിൽ ആരെയും ഉപദേശിച്ച് നടത്താമെന്ന് വിചാരിക്കേ വേണ്ട. ഒരേ മനസ്സുള്ളവർ അല്ലല്ലോ എല്ലാവരും. അല്ലെങ്കിൽ എല്ലാവരും ഒരേ മനസ്സുള്ളവരായിരുന്നുവെങ്കിൽ ലോകം ഇത്രമേൽ പുരോഗതി പ്രാപിക്കില്ലായിരുന്നു. പല മനസ്സുകളിൽ നിന്നും വ്യത്യസ്തമായ ചിന്തകൾ രൂപപ്പെട്ടെങ്കിൽ മാത്രമേ വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും പുരോഗതിക്ക് അത് അനിവാര്യമായി മാറുകയുള്ളൂ. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഈ പറഞ്ഞൊരു ക്യാമറയോട് ഉപമിച്ചാലോ? ക്യാമറ നമ്മുടെ മുന്നിലുള്ള ദൃശ്യങ്ങളെയാണ് പകർത്തിയെടുക്കുന്നത്, അല്ലേ? ക്യാമറ ഒരു ഉപകരണം മാത്രമാണ്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കൈകൾ നമ്മളുടേതാണ്. ക്യാമറമാൻ നമ്മളാണ്, ആ കൈകൾ നമ്മളുടേതാണ്. നമ്മൾ എടുക്കേണ്ട ദൃശ്യം അത് എന്തു തന്നെ ആയിരുന്നാലും ശരി, അതിൽ നമ്മൾ ശ്രദ്ധാലുവായിരിക്കണം. കൃത്യസമയത്ത് നമ്മൾ അത് ക്യാമറയ്ക്കുള്ളിലാക്കും. ചിത്രം എടുത്തു കഴിഞ്ഞാലോ അതിൻ്റെ നെഗറ്റീവിൽ നിന്നും നമ്മൾ യഥാർത്ഥ ചിത്രം വികസിപ്പിച്ചെടുക്കും. ആ നെഗറ്റീവിൽ നിന്ന് വികസിപ്പിച്ച ചിത്രം ശരിയായില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ വീണ്ടും എടുക്കാൻ ശ്രമിക്കും. ഇതുപോലെയാണ് നമ്മളുടെ ജീവിതവും. നമ്മുടെ ജീവിതത്തിൽ സുപ്രധാനമായി ലക്ഷ്യമാക്കുകയും ഉചിതമായ സമയം വരുമ്പോൾ ഉണർന്ന് പ്രവർത്തിക്കുകയും വേണം. കുറ്റങ്ങളും കുറവുകളും പോരായ്മകളും ഉണ്ടാകാം. ശരിയാകുന്നില്ലെങ്കിൽ വീണ്ടും ശരിയാകുന്നവരെ ശ്രമിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ജീവിതത്തിൽ തീർച്ചയായും വിജയിച്ചിരിക്കും. ശുഭദിനം.